ഇത് കണ്ടോണേ, ഡബിൾ റോളുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇടക്കാലത്ത് അതൊരു വലിയ ട്രെൻഡായിരുന്നു. ചിലതൊക്കെ കൊള്ളാം, ചിലതൊക്കെ എന്തിനാണ് ഈ ഡബിൾ റോൾ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് മലയാള സിനിമയിൽ അങ്ങനെ ഡബിൾ റോൾ കാണാറില്ല. എന്നാൽ മലയാളത്തിൽ ആദ്യമായി ഡബിൾ റോളിൽ വന്നിട്ടുള്ള നടൻ അത് 1960 റിലീസായ പൂത്താലി എന്ന സിനിമയിൽ നായകനും വില്ലനുമായിട്ട് അഭിനയിച്ചിട്ടുള്ള ടി.കെ. ബാലചന്ദ്രനാണ്. അദ്ദേഹം അന്നത്തെ കാലത്ത് ലീഡ് ആക്ടറായിരുന്നു. പിന്നെ റൈറ്ററും പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ട് മാറി. മോഹൻലാലിൻ്റെ ടി.പി. ബാലഗോപാലൻ എം.എ. എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തതും അദ്ദേഹമാണ്. ഏറ്റവും കൂടുതൽ തവണ ഡബിൾ റോളിൽ വന്നിട്ടുള്ളത് 35ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുള്ള പ്രേം നസീർ ആയിരിക്കും. കൂടാതെ ആദ്യമായിട്ട് ഡബിൾ റോളിൽ വരുന്ന നായിക അത് ഇതിനു മുമ്പാണ്. 1959 ഇറങ്ങിയ ആന വളർത്തിയ വാനമ്പാടി എന്ന സിനിമയിൽ അന്നത്തെ ലീഡ് ആക്ട്രസ് ആയിരുന്ന മിസ് കുമാരിയാണ്. എന്നാൽ അതിലും വർഷങ്ങൾക്ക് മുമ്പ് 1948 നിർമ്മല എന്നൊരു സിനിമയിൽ വിമല ബി വർമ്മ എന്നൊരു നടി അവർ ബാലതാരമായിട്ട് 10 വയസ്സുള്ള 2 കുട്ടികളുടെ റോൾ ചെയ്തിട്ടുണ്ട്. അവർ പിന്നീട് അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല. അവർ പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഒരു ഉദ്യോഗസ്ഥയായിട്ട് മാറി. മാത്രമല്ല നിർമ്മല എന്ന ഈ സിനിമയിലാണ് ആദ്യമായിട്ട് പ്ലേ ബാക്ക് സിംഗിങ്, ഡബ്ബിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനു മുമ്പൊക്കെ അഭിനയിക്കുന്നവർ തന്നെ ലൈവായിട്ട് പാട്ട് പാടും. കൂടാതെ ഇതിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹം ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുന്നതും ഇതിലാണ്. ഇതൊക്കെ ഞാനും ഗൂഗിളിലൊക്കെ നോക്കി പറയുന്നതാണ് കേട്ടോ. ഇതൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ആദ്യം കിട്ടിയ ഒരു റോങ് ഇൻഫർമേഷൻ ആയിരുന്നു. ഈ ഡബിൾ റോൾ ആദ്യമായിട്ട് ചെയ്തത് 1950 ഇറങ്ങിയ നല്ല തങ്ക എന്ന സിനിമയിൽ അഗസ്റ്റിൻ ജോസഫ് ആണെന്ന്. പക്ഷേ തെറ്റായിരുന്നു. അഗസ്റ്റിൻ ജോസഫ് വേറെ ആരുമല്ല, നമ്മുടെ ഗായകനായ യേശുദാസിൻ്റെ അച്ഛനാണ്. പക്ഷേ ആദ്യം ഒരു തെറ്റായ ഇൻഫർമേഷൻ കിട്ടിയെങ്കിലും പിന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ നല്ല തങ്ക എന്ന സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ മെഗാ ഹിറ്റ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കുഞ്ചാക്കോയാണ്. മാത്രമല്ല ഈ സിനിമയിലാണ് ആദ്യമായിട്ട് വി ദക്ഷിണാമൂർത്തി സംഗീത സംവിധാനം ചെയ്യുന്നത്. ഇതിലെ പാട്ടുകൾ പാടിയിരിക്കുന്നത് അഗസ്റ്റിൻ ജോസഫും പിന്നെ നായികയായിട്ട് ആദ്യം പറഞ്ഞ മിസ് കുമാരി തന്നെയാണ്. പണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ നടൻ മധു പറഞ്ഞിട്ടുണ്ട്, 1950 ഈ സിനിമ ഇറങ്ങുമ്പോൾ അവരന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം എന്തോ ആണ്. അന്നും ആ കാലത്തും അവരൊക്കെ ഈ സിനിമ കാണാൻ വേണ്ടി ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്.